ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകും. ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തതെന്നും തോമസ് ചാഴികാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകളും നടന്നു. തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MPയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കോട്ടയത്ത് വിജയമുറപ്പെന്ന് തോമസ് ചാഴികാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒരവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേടുക. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, അങ്ങനെ കേരളത്തിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് LDF നേതാക്കൾ, ഒപ്പം കേരള കോൺഗ്രസ് M പ്രവർത്തകർ? തീർച്ചയായിട്ടും വലിയൊരു ആത്മവിശ്വാസം കേരള കോൺഗ്രസ് M പ്രവർത്തകരുടെയും അതുപോലെ തന്നെ LDF പ്രവർത്തകരുടെയും മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഏകദേശം 5:05 കൂടിയാണ് ആ പ്രഖ്യാപനം വന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം 10-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീറ്റ് ചർച്ചകൾ നടന്നു LDFന്റെ. ആ സീറ്റ് ചർച്ചകളിൽ ഒന്നിലധികം സീറ്റുകൾ, 2 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ലഭിച്ചില്ലെങ്കിലും കോട്ടയം സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല, CPM-നും സീറ്റ് നൽകുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, അത് മനസ്സിലാക്കുന്നു എന്നാണ് കേരള കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് ചർച്ചകളിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ കുറിച്ചും യാതൊരു തരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ കൂടുതൽ പേരുകൾ ചർച്ചയാകാതെ തോമസ് ചാഴികാടൻ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. വീണ്ടും ഒരവസരം കൂടി MP ആകാനുള്ള ഒരവസരം കൂടി ചാഴികാടന് ലഭിച്ചിരിക്കുന്നു ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്തുള്ള ഒരു കേരള കോൺഗ്രസിന്റെ ചുവരെഴുത്ത് 2 ചിഹ്നം വരച്ച് ചുവരെഴുതി ആ പ്രചരണ പരിപാടികൾ കൂടി തുടങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് M എന്നുള്ളതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു പടി മുന്നിൽ നമുക്കറിയാം കേരള കോൺഗ്രസ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലായി എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തോമസ് ചാഴികാടൻ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പ്രഖ്യാപനം, കേരളത്തിലെ തന്നെ ആദ്യത്തെ LDF സ്ഥാനാർത്ഥിയാണ്, എങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സന്തോഷം? ഒരുപടി മുന്നിലെത്തിയെന്ന് തന്നെ വിചാരിക്കുന്നു. പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസ വഹിക്കുകയാണ് ഞാൻ. തീർച്ചയായും വലിയ വിജയം കൈവരിക്കാൻ ജനങ്ങൾ എന്നെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനമാണല്ലോ. ഇപ്പം കേരള കോൺഗ്രസിലാണെങ്കിൽ വലിയ തർക്കങ്ങൾ സ്ഥാനാർത്ഥിയാകാൻ നടക്കുന്നത്, പക്ഷേ കേരള കോൺഗ്രസ് M ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അതൊരു വലിയ വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും അത് എന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഞാൻ കാണുകയാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി നേതൃത്വത്തിന്റെ ഇടയിലും എന്നോടുള്ള കാഴ്ചപ്പാട് എന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. മുന്നണിയും ഒറ്റക്കെട്ടായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ 33 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനായ KM മാണി സാറാണ് എന്നെ പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ ഇന്നുവരെ 2 ചിഹ്നത്തിൽ മാത്രം മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇത് 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 7 തെരഞ്ഞെടുപ്പിലും 2 ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. 8ാമത്തെ തെരഞ്ഞെടുപ്പിലും അതുതന്നെ ആയിരിക്കും എന്ന ആത്മവിശ്വാസമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഘടകകക്ഷിയായിട്ടുള്ള CPI ജില്ലാ സെക്രട്ടറി കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? ഒരു വലിയ പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായിട്ടും 100% വിജയം ഉറപ്പാക്കാവുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ ഏറ്റവും വികസന രംഗത്ത് ഒന്നാമനെന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥി
അവരുടെ പാർട്ടിക്കകത്ത് ഇല്ല എന്ന് പരസ്യമായ നിലപാടെടുത്ത KPCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ്. വിജയം ഉറപ്പിച്ചുള്ള ഒരു യാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്. എന്തായാലും LDF അവരുടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം അത് അവർക്ക് ഏറെ ഗുണം ചെയ്യും. ഇത്ര പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് എമ്മിന് പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. തീർച്ചയായും തോമസ് ചാഴിക്കാടിന്റെ പ്രവർത്തന മികവ് കൂടി പരിഗണിച്ച ശേഷമാണ് പാർട്ടിയിൽ ഐകകണ്ഠമായി ഒരൊറ്റ പേരിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ജോസ് കെ മാണി അല്പസമയം മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ പറഞ്ഞത്. തോമസ് ചാഴിക്കാടനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായി മത്സരിക്കുക. കോട്ടയത്ത് LDF അങ്ങനെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിൽ നടത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് ടോബി ജോൺസൺ കോട്ടയത്തു നിന്നും നൽകിയത്.